ഹലോ ഫ്രണ്ട്സ്, നീ ഒരു കേക്കായിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇവളെന്താ ഈ കേക്ക് കിട്ടുമെന്ന് വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു കേക്കാണ് ഇത്. വന്നിട്ട് നമ്മുടെ ഐസ്ക്രീം കേക്കാണ്, ട്രിപ്പിൾ ചോക്ലേറ്റിൻ്റെ. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. നിങ്ങൾ എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. തുറക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു കേട്ടോ. ഇതെങ്ങനെയാണ് തുറക്കേണ്ടത് പൊളിക്കേണ്ടതെന്ന് ഒരു പിടിയിൽ, കാരണം ഫസ്റ്റ് ടൈം കഴിക്കണതല്ലേ, അത് കാരണം. എന്നിട്ട് ദേ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടല്ലോ, മേളിലൊരു കവർ പോലത്തെ സെറ്റപ്പ്, പിന്നെ ഒരു ബോക്സ്, അതിനകത്താണ് അവർ കേക്ക് ഇരിക്കുന്നത് കേട്ടോ. അത് എടുക്കാൻ പെട്ട പാട് എനിക്ക് തന്നെ അറിയാം കേട്ടോ. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാനിതേ എടുത്തേക്കണം. ഇനി തറയിൽ കൂടി വഴി കൂടെ പോകുന്നൊന്നും അറിയാൻ പറ്റാത്ത പാടായിരുന്നു അത്രയ്ക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഇതിൻ്റെ മേളിലുള്ളൊരു കവറില്ലേ, അത് പൊളിക്കാനാണെങ്കിൽ അപാര പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു കേട്ടോ. മീൻസ് പിച്ചാത്തി വെച്ചിട്ട് പോറി കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ. പക്ഷെ അത് എടുക്കാൻ പോകാനുള്ള മടി കാരണം അങ്ങനെ വെച്ച് നിന്ന് അവസാനം ദേ എവിടെ നിന്ന് കുറച്ചിങ്ങനെ പിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും വലിച്ചിട്ട് ആ കവറിന് ഭയങ്കര കട്ടിയായിരുന്നു കേട്ടോ. അവസാനം സഹി കെട്ടിയിട്ട് നമ്മുടെ പിച്ചാത്തി എടുത്തുകൊണ്ട് വന്നിട്ട് ഒറ്റ കീറ അങ്ങോട്ടേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഈ ആർത്തി മൂത്തിരിക്കുകയാണല്ലോ, കഴിക്കാനുള്ള ആർത്തി, അത് കാരണം ഈ വലിച്ച് മുറിച്ച് കീറിയപ്പോഴത്തേക്ക് നമ്മുടെ കവർ അങ്ങോട്ടേക്ക് കീറിപ്പോയി. പിന്നെ അതാ ബാക്കിയുള്ള ഭാഗം കൂടെ കീറി എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ, അത് കണ്ടപ്പം തന്നെ ഇങ്ങോട്ട് കഴിക്കണം എന്നുള്ള ചിന്തയിലായിരുന്നു കേട്ടോ. അതാ അവസാനം ദേ സ്പൂൺ എടുത്തിട്ട് അങ്ങോട്ട് കോരി എടുത്ത് മക്കളെ. പിന്നെ ദേ ഫസ്റ്റ് വലിയമ്മയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കണത്. വലിയമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ദേ കണ്ടില്ലേ, ഭയങ്കര എക്സ്പ്രഷൻ. കുത്തിയെടുത്തതാണ്, തണുപ്പ് കാരണം കഴിക്കാൻ പറ്റുള്ളതാണ് ആ ഒരു എക്സ്പ്രഷൻ വന്നത്. പിന്നെ നമ്മുടെ കുട്ടാപ്പി ദേ കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ വിശേഷം അത്രയുള്ളൂ. ടാറ്റാ, ബൈ.